ഭാവഗായകന് വിട നൽകി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. സംസ്ഥാനത്ത് വീണ്ടും താപനില മുന്നറിയിപ്പ്. കഴിഞ്ഞ 4 വർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടന്നത് 6000 കോടിയുടെ പ്രവർത്തനങ്ങളെന്ന ആർ ബിന്ദു. അസം ഖനി അപകടം 3 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഗൗരി ലങ്കേഷ് വധക്കേസിലെ അവസാന പ്രതിക്കും ജാമ്യം. നീണ്ടു നിൽക്കുന്ന മുൻകൂർ തടങ്കൽ നീതിയെ ദുർബലപ്പെടുത്തുമെന്ന് ജഡ്ജി. വ്യാജ വോട്ടർമാരുമായി BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിക്കുന്നു. നേതാക്കളുടെ പേരടക്കം ഗുരുതര ആരോപണവുമായി ആം ആദ്മി. തിരുവനന്തപുരത്ത് 2.5 വയസ്സുകാരിക്ക് അങ്കണവാടി ടീച്ചറുടെ ക്രൂരമർദ്ദനം. ആലുവയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ വഴിത്തിരിവ്, ഒരാൾ അറസ്റ്റിൽ. BC നിയമനത്തിലെ UGC ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കണം. മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. അസമിലും HMPV രോഗബാധ സ്ഥിരീകരിച്ചു.